മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിൽ കുടുങ്ങി. 2 മാസമായി നാട്ടുകാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ വനം വകുപ്പിനെ കുടുക്കിയ കടുവ കൂട്ടിലായിരിക്കുന്നു. കരിവാരിക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിലെ കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയത്. രാവിലെ ടാപ്പിങ്ങിന് പോയതായിരുന്നു ഗഫൂർ. രാവിലെ 6:30-നായിരുന്നു സംഭവം. കടുവ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ചാടുകയും അദ്ദേഹത്തെ വലിച്ചു കീറി ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈയൊരു സംഭവത്തിന് ശേഷം നാട്ടുകാർ അതിനെ ഭയന്നാണ് ജീവിച്ചിരുന്നത്. വനം വകുപ്പ് 2 ടീമായി തിരിച്ച് 2 മാസത്തോളമായി ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു. എല്ലാ ഭാഗത്തും 50ഓളം ക്യാമറകൾ ഈ ഒരു കരിവാരിക്കുണ്ടിൽ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറയിലൊക്കെ ഈ കടുവ കണ്ടിട്ടുണ്ടെങ്കിലും കടുവയെ പിടിക്കാൻ മാത്രം കഴിഞ്ഞിരുന്നില്ല. ഇവിടെ 5 കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രദേശത്തടക്കം കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൂട്ടിലൊന്നും അകപ്പെടാതെ ഈ ഭാഗത്തൊക്കെ നടക്കുകയായിരുന്നു കടുവ. പല ഭാഗത്ത് വെച്ചും നാട്ടുകാർ അതിനെ കണ്ടിരുന്നു. എങ്കിലും കടുവ വനം വകുപ്പിൽ നിന്നും അകലം പ്രാപിച്ചു. അതിനെ പിടിക്കാനോ വെടിവെക്കാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കടുവയെ ഉടൻ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ കടുവ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേരെ ചാടി വീഴുന്ന ഒരു സംഭവമുണ്ടായത്. ഈ അവസരത്തിൽ അമ്പെയ്ത്ത് ഗൺ ഉപയോഗിച്ച് കടുവക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. അതിനുശേഷം ഓടിപ്പോയ കടുവ തിരച്ചിൽ നടത്തിയെങ്കിലും കിട്ടിയില്ല. ഇപ്പോഴിതാ 2 മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട കൂട്ടിൽ നരഭോജി കടുവ അകപ്പെട്ടിരിക്കുന്നു. നാട്ടുകാരുടെ സംബന്ധിച്ച് ഈ ഒരു സംഭവം വലിയ ആശ്വാസമാണ്.